സ്വർണം വാങ്ങാൻ തയ്യാറായി നിൽക്കുന്നവർക്ക് ആശ്വാസകരമായൊരു വാർത്തയുണ്ട്. വലിയ ഇടിവാണ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത്. പവന് 1520 രൂപയും ഗ്രാമിന് 190 രൂപയുമാണ് കുറഞ്ഞത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ദിവസം വില ഇത്രയും കുറയുന്നത്. കൊച്ചിയിൽ നിന്ന് അഞ്ജലി ശ്രീജിത രാജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സ്വർണ്ണവില കുത്തനെ കുറഞ്ഞു എന്ന് കേട്ടിട്ട് സ്വർണ്ണക്കടയിലേക്ക് എത്തിയതാണ്. പവന് 1520 രൂപയും ഗ്രാമിന് 190 രൂപയുമാണ് കുറഞ്ഞത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് സ്വർണ്ണവില ഒരു ദിവസം തന്നെ ഇത്രയും കുറയുന്നത്. കൂടുതൽ വിവരങ്ങൾ ഉള്ളിൽ ചെന്നറിയാം. എൻ്റെ പേര് ബാലു, ഇതിൻ്റെ ബിസിനസ് മാനേജറാണ്. അപ്പോൾ സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് വില കണക്ക്? കഴിഞ്ഞ ഏറ്റവും ഹയസ്റ്റ് വന്ന് 6670 പെർ ഗ്രാം വന്നത്. അതാണ് ഇന്നിപ്പോൾ കുത്തനെ 190 റുപ്പീസ് കുറഞ്ഞ് 1500 രൂപ പവന് കുറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് ബുക്കിംഗ് നല്ല രീതിയിൽ ഇന്ന് വന്നു തുടങ്ങി. അതുകൊണ്ടാണ് ഇന്ന് ഈ തിരക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഗോൾഡ് സെയിൽ ചെയ്യാനും കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. ഇനിയും കുറയുമെന്നുള്ളൊരു ആശങ്കയിൽ. അതായത് ഇപ്പോൾ ചരിത്രത്തിൽ, അതായത് സ്വർണ്ണ വ്യാപാര ചരിത്രത്തിൽ ഏറ്റവും കുറവ് വിലയാണിത്. ഒരു ദിവസം ഇത്രയും വില ഇതുവരെ കൂടിയിട്ടുണ്ടോ? ഇതുവരെ കുറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് വരുന്നത്. കഴിഞ്ഞ മാസമൊക്കെ എങ്ങനെയായിരുന്നു? കഴിഞ്ഞ മാസം ഒരു പവന് 55,000 ആയിരുന്നു. അതാണ് ഇന്ന് 52,500 വന്ന് നിൽക്കുന്നത്. സ്വർണ്ണ വില കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണോ പെട്ടെന്ന് തന്നെ ജ്വല്ലറിയിലേക്ക് വന്നിട്ട്? അങ്ങനെയല്ല, പറഞ്ഞിട്ടില്ല. ഇല്ല, മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്നതാണ്. അപ്പോൾ ഡ്യൂ ആയി അതുകൊണ്ട് വന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഞങ്ങൾ ജസ്റ്റ് ഒരാൾക്ക് എടുക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ വില കുറഞ്ഞത് ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്. വന്നപ്പോഴാണ് വില കുറഞ്ഞത്. അല്ല, ഞങ്ങൾക്ക് ആവശ്യമാണ് ഇപ്പോൾ, അതുകൊണ്ട് വന്നു. അത് കല്യാണം നടത്തുന്നവർക്ക് ഭയങ്കര ഒരു നല്ലൊരു ഇതായിരിക്കണം വില കുറഞ്ഞത്. സാധാരണക്കാർക്ക് ഒരു സ്വർണത്തിൻ്റെ ഇതിലാണ് കല്യാണങ്ങളിൽ കുറേ പേര് ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ അവർക്കൊരു ഇതായിരിക്കാം. സ്വർണ്ണ വില കുറഞ്ഞ അറിഞ്ഞിട്ട് സന്തോഷം തോന്നുന്നുണ്ട്. സന്തോഷമാണ്. പക്ഷെ അത് അടുത്ത ദിവസം ഇന്നും കൂടില്ല. ഇത് അങ്ങനെ കൂടുന്നുള്ള ആശങ്കയുണ്ട് കുറയുന്നതിനോട്. കുഴപ്പമുള്ളത്. കാരണം ഇന്നിപ്പോൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അടുത്ത ദിവസം അതിന് കൂടുതൽ അതിന് ഇരട്ടിയായിട്ട് കൂടുകയും ചെയ്യും. അതാണ് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കട ഉടമകളെല്ലാം ആശങ്കയിലാണ്, എന്നാൽ ആളുകളെല്ലാം വളരെയധികം സന്തോഷത്തിലാണുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിത രാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.